بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നിറവേറ്റി തരട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 238 അൽ ബഖറ സൂറത്തിലെ 30-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിലെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് സാധാരണ പോലെ ഒറ്റവാക്കർത്ഥവും ആശയവും പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. 30-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. ഇദ് ഖാല റബ്ബുക, നിന്റെ രക്ഷിതാവ് പറഞ്ഞ സമയം. ലിൽ മലായികത്തി, മലക്കുകളോട് എന്തെന്നാ പറഞ്ഞത്? ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. ഇന്നി ജായിലുൻ, അല്ലാഹ് പറയാണ്, ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. ഇന്നി, തീർച്ചയായും ഞാൻ, ജായിലുൻ, സൃഷ്ടിക്കുന്നവനാണ്, ഫിൽ അർളി, ഭൂമിയിൽ, ഖലീഫ, ഖലീഫത്തൻ, ഒരു പ്രതിനിധിയെ, ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, ഈ അള്ളാഹു ഇങ്ങനെ ചർച്ച ചെയ്ത് ആ ചർച്ചയ്ക്ക് പ്രത്യുത്തരമായിട്ട് മലക്കുകൾ പറയാണ്, അത്തജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫിക്കു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. ഇത്തരം കാര്യങ്ങളാണ് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞത്. അത്തജഅലു ഫീഹ, ഭൂമിയിൽ നിങ്ങൾ സൃഷ്ടിക്കുന്നോ, മൻ യുഫ്സിദു ഫീഹ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ, വയസ്ഫിക്കു ദിമാ, ആ രക്തം ചീന്തുന്നവരെയും. അപ്പോൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചീന്തുകയും, അവർ ഈ കുഴപ്പം കൂടുതലായി വന്നാൽ അത് കൊലപാതകത്തിലേക്കും പോലും അവസാനിക്കുന്ന നിലക്കുള്ള കുഴപ്പങ്ങളാണ് ഉണ്ടാവുക. അത് ഉണ്ടാകും എന്നാണ് മലക്കുകൾ അല്ലാഹുവിനെ അറിയിക്കുന്നത്. അതെങ്ങനെ അവർക്ക് വിവരം കിട്ടി? അത് ചിലപ്പോൾ ഈ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ അധിവസിച്ചിരുന്ന ജിന്നു വംശത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. അവരൊക്കെ പരസ്പരം വഴക്കിടുകയും അടികൂടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വല്ലാതെ ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കുഴപ്പമുണ്ടാക്കുന്ന വ്യക്തികളായിരുന്നു ജിന്നു വംശത്തിൽപ്പെട്ട അവർ. അപ്പോൾ ആ നിലയിൽ ഇവിടെ രക്തം ചീന്തലും എന്ന് പറഞ്ഞാൽ കൊലപാതകവും മറ്റുള്ളൊക്കെ സർവ്വസാധാരണമായതായിട്ട് മലക്കുകൾക്ക് അറിയാം. അതിൻ്റെ പേരിൽ മലക്കുകൾ അങ്ങനെ പറഞ്ഞതാണ്. മലക്കുകൾ പറഞ്ഞ വേറെ കാര്യമുണ്ട്, ഞങ്ങൾ നുസബ്ബിഹു ബിഹംദിക വനഹ്നു നുസബ്ബിഹു ബിഹംദിക, ഞങ്ങൾ നിന്നെ പരിശുദ്ധനാക്കും, നിന്നെ സ്തുതിക്കുന്നതോടുകൂടെ. നിനക്ക് തസ്ബീഹ് ചെല്ലാനും നിന്നെ തഹ്മീദ് ചെയ്യാനും ഒക്കെ ഞങ്ങളുണ്ട് ഇവിടെ. ആ ഞങ്ങൾ പ്രതിനിധികളായിട്ട് നിയമിച്ചു കൂടെ എന്നുള്ളൊരു സൂചനയും കൂടി അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. വനഹ്നു നുസബ്ബിഹു ബിഹംദിക, നിന്നെ സ്തുതിക്കുന്നതോടുകൂടി നിന്നെ ഞങ്ങൾ പരിശുദ്ധമാക്കും. വനുഖദ്ദിസു ലക, നിന്റെ മഹത്വത്തെ ഞങ്ങൾ എടുത്തു പറയുകയും ചെയ്യും.
കാല അപ്പം അള്ളാഹു പറയാണ് ഇന്നി ആയലമു മാലാ തഅലമൂൻ, ഇന്നി ആയലമു തീർച്ചയായും എനിക്കറിയാം, മാ ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം എന്ന് അള്ളാഹു പറഞ്ഞു. കാല അള്ള പറഞ്ഞു ഇന്നി ആയലമു തീർച്ചയായും എനിക്കറിയാം, മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തതിന്. ഇതിൻ്റെ തഫ്സീർ വായിക്കാം. ഇത് ഖാല റബ്ബുക ലിൽ മലായികത്തി ഉദ്കുർ യാ മുഹമ്മദ് ഹീന ഖാല റബ്ബുക ലിൽ മലായികത്തി. മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സമയത്ത് ഉള്ള കാര്യം നിങ്ങൾ ഓർക്കുക. വഖ്സസ് അലാ ഖൗമിക ദാലിക, ജനങ്ങളോട് ഇത് സംബന്ധമായിട്ടുള്ള ഈ ചർച്ച അല്ലെങ്കിൽ ഈ ചരിത്രത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉണർത്തുകയും ചെയ്യുക. എന്താണ് പറഞ്ഞത്? ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ. ജായിലെന്ന് പറഞ്ഞാൽ ആക്കുക, സൃഷ്ടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്നി ഐ ഖാലിഖും ഫിൽ അർദി, ഞാൻ ഭൂമിയിൽ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. മുത്തഖിദും ഫിഹാ ഖലീഫത്തൻ യഖ്ലുഫുനി, എന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധിയെ ഞാൻ ഭൂമിയിൽ നിശ്ചയിക്കാൻ പോകുന്നു. ഫി തൻഫീദി അഹ്കാമി, എൻ്റെ നിയമങ്ങൾ അവിടെ പ്രായോഗികമാക്കുന്നതിന് എനിക്കൊരു ഖലീഫ ആവശ്യമുണ്ട്. ആ ഖലീഫയെ ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. വഹുവ ആദം അലൈഹിസ്സലാമാണ്. ഇപ്പോൾ ആദം നബിയാണ്. പിന്നീട് ഖൗമൻ യഖ്ലുഫു ബഅ്ദുഹും ബഅ്ദൻ ഖർനൻ ബഅദ ഖർനൻ, യുഗങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ജനങ്ങളിൽപ്പെട്ട ചിലർ മറ്റു ചിലർക്ക് പ്രതിനിധിയായി വരും. ഇപ്പോൾ എൻ്റെ പ്രതിനിധി ആദം അലൈഹിസ്സലാമാണ്. ജയലം പായത് ജയലം. അപ്പോൾ ക്രമേണ അത് മനുഷ്യരിൽ ചിലർ മറ്റു ചിലർ പ്രതിനിധീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളോ ഈ ഭൂമിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യും. കാലു, അപ്പോൾ മലക്കുകൾ ചോദിച്ചു, ആ തജാലു ഫിഹ മയ്യുഫ്സിദു ഫിഹ, ആ തജാലു നീ സൃഷ്ടിക്കുന്നോ, മയ്യുഫ്സിദു ഫിഹ ഈ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവരെ നീ സൃഷ്ടിക്കുകയാണോ? ഐ കാലു അല സബീലി തഅജ്ജുബി വൽ ഇസ്തിഅലാം. മലക്കുകൾ ഇത് അള്ളാഹുവിനെ അറിയാത്തത് പറഞ്ഞു കൊടുക്കുകയല്ല, മലക്കുകൾ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുക. ആശ്ചര്യത്തോടു കൂടി മലക്കുകൾക്ക് മനസ്സിലായ ഒരു കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. കൈഫ തസ്തഖ്ലിഫു ഹൗലായി, അവരെ എങ്ങനെയാണ് നീ നിന്റെ പ്രതിനിധി ആക്കുന്നത്? വഫീഹിം, അവരിൽ ഉണ്ട് മൻ യുഫ്സിദു ഫിൽ അർദി ബിൽ മആസി, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന പലരും ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്ത് കുഴപ്പം സൃഷ്ടിക്കുന്ന പലരും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരെ നീ പ്രതിനിധി ആക്കുന്നത്? മാത്രമല്ല അവ യസ്ഫിക്കുദ്ദിമാ, അവർ അക്രമവും അനീതിയും നിമിത്തം അവർ രക്തം ചീന്തുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് നഹ്നു നുസബ്ബിഹു ബിഹംദിക, ഞങ്ങൾ നുനസ്സിഹുക അമ്മാ ലാ യലീഖു ബിക, നിനക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കും. മുത്തലബ്ബിസീന ബിഹംദിക, നിന്നെ ഹംദ് ചെയ്യുന്നതോടൊപ്പം, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം. വനുഖദ്ദിസു ലക വനുഅല്ലിമു അംറക, നിന്നെ ഞങ്ങൾ മഹത്വമാക്കും. വനുതഹിറു ദിക്റക മിമ്മാ നസബു ഇലൈക്കൽ മുൽഹിദൂൻ, ഭാവിയിൽ വരാൻ പോകുന്ന നിരീശ്വരവാദികൾ നിന്നെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുകയും ചെയ്യും. കാല അള്ളാഹ്. അപ്പം ഇത് മലക്കുകൾ പറഞ്ഞപ്പോൾ കാല അല്ലാഹു തആല പറഞ്ഞു, ഇന്നി അഅലമു, തീർച്ചയായും എനിക്കറിയാം, മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തതിന്. അഅലമു മിനൽ മസാലിഹി മാ ഹുവ ഖഫിയ്യുൻ അലൈക്കും, നിങ്ങൾക്ക് ഇപ്പോൾ വല്ലാതെ വ്യക്തമായിട്ട് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. അത്തരം കാര്യങ്ങൾ ഇതിൻ്റെ താല്പര്യങ്ങളിൽ പെട്ടതാണ്. വലിയ ഹിക്മത്തും ഫീ ഖൽഖിൽ ഖലീഫ, എനിക്ക് ചില എനിക്ക് ചില യുക്തിയുണ്ട്.
ആ യുക്തിയെ നിങ്ങളറിയില്ല. ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ എൻ്റെ യുക്തി നിങ്ങൾക്കറിയില്ല എന്ന് അല്ലാഹു തആല പറയാം. ഇതിനു ശേഷമായിട്ട് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായികത്തി ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. 31-ാമത്തെ ആയത്ത്. വഅല്ലമ ആദമൽ അസ്മാഅ, ആദം അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അല്ലമ പഠിപ്പിച്ചു, ആദമിന് അള്ളാഹു പഠിപ്പിച്ചു. അല്ലമ അള്ളാഹു പഠിപ്പിച്ചു. ആദം നബിക്ക് അൽ അസ്മാഅ പേര് വെക്കപ്പെട്ട കുറെ സാധനങ്ങളുണ്ട്. ആ സാധനത്തിൻ്റെ പേരുകൾ മാത്രം പഠിപ്പിച്ചു. കുല്ലഹ, അതിൻ്റെ എല്ലാതിൻ്റെയും പേരുകൾ പഠിപ്പിച്ചു. അപ്പോൾ മുസമ്മയാത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ പേരുകൾ പറയാൻ, അതിൻ്റെ പേരുകളാണ് ആദം നബിക്ക് പഠിപ്പിച്ചത്. സുമ്മ അറളഹും, പിന്നെ ആദം നബിക്ക് കാണിച്ചു കൊടുത്തു. സുമ്മ അറളഹും, പിന്നീട് അവർക്ക് കാണിച്ചു കൊടുത്തു. ആർക്ക്? കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു. സുമ്മ അറളഹും, പിന്നെ ഈ പേരുകളെല്ലാം അലൽ മലായികത്തി, മലക്കുകൾക്ക് അവൻ കാണിച്ചു കൊടുത്തു. ഖാല, എന്നിട്ട് പറഞ്ഞു, അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. അംബിഊനി, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ആരോടെ? മലക്കുകളോടെ പറയുന്നു. ബിഅസ്മാഇ ഹൗലാഇ, ആ മുസമ്മയാത്തിൻ്റെ പേരുകൾ, ആ വസ്തുക്കളുടെ പേരുകൾ അള്ളാഹു ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ വസ്തുക്കളുടെ എല്ലാം പേരുകൾ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം ശരിയാണെങ്കിൽ, ഇൻകുന്തും സാദിഖീന ഫീ സഅമിക്കും അന്നക്കും അഹഖ് ബിൽ ഖിലാഫ, നിങ്ങൾ ധരിച്ചു വെക്കുന്നത് നിങ്ങളാണ് ഖലീഫയാവാൻ ഏറ്റവും അനുയോജ്യമായവർ എന്ന്, നിങ്ങൾ പ്രതിനിധിയാവാൻ അനുയോജ്യമായവർ അവരാണ്, പിന്നെ മലക്കുകളാണ്. ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചൊല്ലും, നിങ്ങൾ സ്തോത്രം ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നു. നിന്റെ ആജ്ഞയ്ക്ക് ഞങ്ങൾ ഒരു എതിരും പ്രവർത്തിക്കാറില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അങ്ങനെയാണല്ലോ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് ഒരു ഇതിനും ഒരു ധിക്കാരപൂർവ്വം ഒരു പ്രവർത്തനം മലക്കുകളിൽ നിന്നുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ചെയ്യുന്നവരാണ്. അങ്ങനത്തെ ഞങ്ങളാണ് ഖിലാഫത്തിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ അനുയോജ്യമായത്, ഇങ്ങനെ പ്രതിനിധിയാവാൻ അനുയോജ്യമായത് ഞങ്ങളാണ് എന്നുള്ള നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പേരുകളൊക്കെ എനിക്ക് പറഞ്ഞു തരിക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ഫീ സഅമിക്കും അന്നഹും അഹഖു ബിൽ ഖിലാഫ മിമ്മൻ അസ്തഖ്ലഫ്തുഹു, ഞാൻ പ്രതിനിധിയാക്കുന്നവരെക്കാൾ നിങ്ങളാണ് പ്രതിനിധിയാവാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുള്ളതിൽ, നിങ്ങൾ ആ വിശ്വാസം നിങ്ങളുടെ സത്യസന്ധമാണെങ്കിൽ ഈ വസ്തുക്കളുടെ പേരൊക്കെ എനിക്കൊന്ന് പറഞ്ഞു കാട്ടി എന്നുള്ളതാണ് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നത്. ഇതിൻ്റെ ചുരുക്കം പറയുകയാണെങ്കിൽ അല്ലാഹു തആല അദ്ഹറ ഫദ്ല ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കി കൊടുത്തുലിൽ മലായികത്തി, മലക്കുകൾക്ക്. എങ്ങനെ? ബി തഅലീമിഹി മാ ലം തഅലമുൽ മലായിക, മലക്കുകൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ആദം നബിക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു. വഹസ്സഹു ബിൽ മഅരിഫത്തി താമ്മത്തി ദൂനഹും, മലക്കുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാത്ത പൂർണ്ണമായ കാര്യങ്ങളൊക്കെ ആദം നബിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. അതെന്താണ്? മിൻ മഅരിഫത്തിൽ അസ്മാഇ വൽ അഷ്യാഇ, കുറേ മുസമ്മകൾ, കുറേ വസ്തുക്കൾ, അതിൻ്റെ പേരുകളൊക്കെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. വല്ല ജനാസി, അതിൻ്റെ വർഗം, വല്ലുഗാത്തി, അതിൻ്റെ ഭാഷ, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. വലിഹാദ, ഇക്കാരണത്താൽ യഅ്തറഫു ബിൽ അജ്സി വൽ ഖുസൂർ, അവർ സമ്മതിക്കുകയാണ് അവർക്കുള്ള കഴിവ് കുറവും അവരുടെ വീഴ്ചയും.
എന്നിട്ട് അവർ പറഞ്ഞു, ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മലക്കുകളോട് നിങ്ങൾ ആ പേരൊക്കെ എനിക്ക് പറഞ്ഞു തരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഖാലൂ മലക്കുകൾ പറഞ്ഞു, ലാ ഇൽമ ലനാ, അല്ലാഹുവേ സുബ്ഹാനക നീ പരിശുദ്ധനാണ്, ലാ ഇൽമ ലനാ ഞങ്ങൾക്ക് അറിവില്ല, ഇല്ലാ മാ അല്ലംതനാ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമല്ലാതെ ഞങ്ങൾക്കറിയില്ല, ഇന്നക തീർച്ചയായും നീ തന്നെയാണ് അലീം സർവജ്ഞൻ, എല്ലാം അറിയുന്നവൻ നീ തന്നെയാണ്, അൽ ഹക്കീം യുക്തിമാനും നീയാണ്. ഓരോ വിഷയങ്ങളും ചെയ്യുന്നതിൻ്റെ യുക്തിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയുന്നത്ര ഞങ്ങൾക്കറിയില്ല. നീ ഞങ്ങൾക്ക് ഏതിനെപ്പറ്റിയൊക്കെയാണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളതെങ്കിൽ അത് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ എന്നുള്ള കാര്യം മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു. അപ്പോ നിനക്ക് ന്യൂനതയുള്ളതായി കാണുന്ന ഏത് കാര്യത്തെ തൊട്ടും നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുകയാണ്. വനഹനു ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ലാ നഖ്ഫി അലൈഹി ഖാഫിയത്തുൻ ലാ തഖ്ഫ അലൈഹി ഖാഫിയത്തുൻ അള്ളാഹുവിന് ഒരു കാര്യം അവ്യക്തമായി ഇട്ടില്ല. എല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ടമായും വ്യക്തമായും അള്ളാഹുവിനറിയാം. ഞങ്ങൾക്ക് അങ്ങനെയല്ല. നീ ഹക്കീമുമാണ്, അലീമാണ്, എല്ലാം അറിയുന്ന സർവജ്ഞനാണ്. അൽ ഹക്കീം ഹക്കീമുമാണ്, യുക്തിമാനുമാണ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യഫ്അലു ഇല്ലാ മാ തഖ്തദീഹിൽ ഹിക്മ നിന്റെ യുക്തി എന്താണോ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് മാത്രമാണ് നിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെയുള്ള ഹക്കീമാണ് നീ. അപ്പൊ ഇങ്ങനെ മലക്കുകൾ അല്ലാഹു തആല പറയുകയും അതിൻ്റെ മറുപടി മലക്കുകൾ പറയുകയും ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ആദം നബിയോട് പറയാണ്, അവർക്ക് അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ആദം നബിയോട് പറയും. മലക്കുകളോട് പറയാൻ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് മലക്കുകൾ ഒഴിവായി. ഇനി ആദം നബിക്കാണ് അടുത്ത ഇത്. ആദം നബിയോട് അല്ല പറയാം, ആദം അതിൻ്റെ പേരുകളെല്ലാം ആ വസ്തുക്കളുടെ പേരുകളെല്ലാം മലക്കുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. ഇത് 33-ാമത്തെ ആയത്താണ്. കാല അല്ലാഹു തആല പറഞ്ഞു, യാ ആദം, അല്ലയോ ആദം, അംബിഉഹും അവരോട് പറഞ്ഞു കൊടുക്കുക, അവരോട് മലക്കുകളോട് പറഞ്ഞു കൊടുക്കുക, ബിഅസ്മാഇഹിം ആ മുസമ്മയാത്തിൻ്റെ പേരുകളെല്ലാം, ആ പേര് വെക്കപ്പെട്ട സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഫലമ്മ അംബാഹും അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, ആദം നബി മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, ബിഅസ്മാഇഹിം അതിൻ്റെ അവയുടെ പേരുകൾ എന്ന് പറഞ്ഞാൽ ആ വസ്തുക്കളുടെ പേരുകളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഖാല അല്ലാഹു തആല അവരോട് പറഞ്ഞു, അലം അഖുല്ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് തീർച്ചയായിട്ടും എനിക്കറിയാം, ഇന്നി അഅലമു തീർച്ചയായും എനിക്കറിയാം, ഗൈബസ് സമാവാതി വൽ അർദ് ആകാശഭൂമിയിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. മാത്രമല്ല എനിക്കറിയാം, മാ തുബ്ദൂന നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളും, മാ കുന്തും തക്തുമൂൻ നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങളും എല്ലാം എനിക്കറിയാം. ആകാശഭൂമിയിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം.
ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. ഖാല തആല ലിൽ മലായികത്തി, മലക്കുകളോട് അല്ലാഹു പറയാണ് തഫ്സീർ, അലം നുനബ്ബിഉക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ബിഅന്നി അഅലമു മാ ഗാബ ഫിസ് സമാവാതി വൽ അർദി അൻകും, നിങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് അദൃശ്യട്ടാ, ഗൈബസ് സമാവാതി വൽ അർദി അൻകും, ആകാശഭൂമിയിൽ നിങ്ങൾക്ക് അറിയാത്ത അദൃശ്യമായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വഅലമു മാ തുബ്ദൂന ഐ മാ തദ്ഹറൂന, നിങ്ങൾ തുദ്ഹിറൂന, നിങ്ങൾ പരസ്യമാക്കുന്ന കാര്യങ്ങളും, മാ കുന്തും തക്തുമൂൻ ഐ തുസിറൂന മിൻ ദഅവാക്കും, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങളും നിങ്ങൾ രഹസ്യമാക്കുന്ന കാര്യങ്ങളും എനിക്കറിയാം എന്ന് പറഞ്ഞതിൽ എന്താണ് ഇവർ മലക്കുകൾ രഹസ്യമാക്കി വെക്കുന്നത് അള്ളാഹുവിനെ അറിയിക്കാതെ? അത് മിൻ ദഅവാക്കും, അവരുടെ ഒരു ദഅവയുണ്ട്, അവരുടെ ഒരു ക്ലെയിമുണ്ട്. എന്തെന്ന്? അന്നല്ലാഹ ലാ യഖ്ഫാ ഖൽഖൻ അഫ്ദല മിൻകും, നിങ്ങളെക്കാൾ അഫ്ദലായിട്ടുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു ആളുകളെ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയെയും അള്ളാഹു സൃഷ്ടിക്കില്ല എന്നുള്ളൊരു വാദം ആർക്കുണ്ട്? മലക്കുകൾക്കുണ്ട്. അതാണ് അവിടെ ഈ രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങൾ. ഇതുവരെ രഹസ്യമാക്കി മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ എന്ത്? അന്നല്ലാഹ ലാ യഖ്ലുഖു ഖൽഖൻ അഫ്ദല മിൻകും, നിങ്ങളെക്കാൾ അഫ്ദലായ ശ്രേഷ്ഠമായ ഒരു വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിക്കുകയില്ല എന്നുള്ളൊരു വാദമുണ്ട്. അതാണ് അവർ രഹസ്യമാക്കി വെക്കുന്നത്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? അന്നല്ലാഹു തആല ലമ്മ ഖലഖ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹ് സൃഷ്ടിച്ചപ്പോൾ ദഅത്തിൽ മലായികത്ത, മലക്കുകൾ കണ്ടു ഫിത്രത്തഹുൽ അജീബ്, അദ്ദേഹത്തിൻ്റെ ആ ആശ്ചര്യകരമായ ഫിത്രത്തിനെ അവർ കണ്ടു. വഖാലു, അവർ പറഞ്ഞു, ലിയകുൻ മാഷാ, അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കട്ടെ. ഫലൻ യഖ്ലുഖ റബ്ബുന, നമ്മളുടെ റബ്ബ് സൃഷ്ടിക്കുകയില്ല, ഖൽഖൻ സൃഷ്ടിക്കുകയില്ല തന്നെ. ലൻ യഖ്ലുഖ റബ്ബുന ഖൽഖൻ ഇല്ലാ കുന്നാ അക്രമ അലൈഹി, ഒരു സൃഷ്ടിയെയും അള്ളാഹു സൃഷ്ടിക്കില്ല, നമ്മൾ ആ സൃഷ്ടിക്കാൻ പോകുന്ന ആ വസ്തുവിനേക്കാൾ ഏറ്റവും ആദരണീയർ ആയിട്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ശ്രേഷ്ഠമായ ഒരു വിഭാഗത്തെ അള്ളാഹ് സൃഷ്ടിക്കില്ല എന്നർത്ഥം. അങ്ങനെ മലക്കുകൾ പറയുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ചാണ് അഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ എന്ന് പറഞ്ഞത്. മലക്കുകളാണെങ്കിൽ വലിയ ഉന്നത സ്ഥാനമുള്ളവരാണ്. അവർ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഏത് സമയം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തികളാണ്. ഈ നിലയിൽ ഉള്ള ഞങ്ങളെക്കാൾ ഇനിയൊരു ശ്രേഷ്ഠമായ ആളുകളെ അള്ളാഹു സൃഷ്ടിക്കാതെ ഉണ്ടാവില്ല എന്നാണ് അവർ ധരിച്ചു വെച്ചിരുന്നത്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ 33 ആയത്തുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇതിൽ 30-ാമത്തെ ആയത്ത് മുതൽക്കാണ് നമ്മൾ എടുത്തത്. 30, 31, 32, 33 4 ആയത്തുകൾ. ഇത് തന്നെ ഇപ്പോൾ 23 മിനിറ്റായി, അതിൽ കൂടുതലായി, 24ഓളം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ നിർത്തുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.